Hi dears, welcome back to Xylem Learning. It's me, Shahid Ramzan. തീർച്ചയായിട്ടും നിങ്ങൾ തമ്പ് കണ്ട് വന്നവരായിരിക്കും അല്ലെ പ്രിയപ്പെട്ട മക്കളെ. എനിക്ക് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. 110 മാർക്കിൽ 80 മാർക്ക് വാങ്ങിയാൽ ഫുൾ മാർക്കാ, അതിൽ യാതൊരു സംശയമില്ല. അതിൽ 72 മാർക്ക് വാങ്ങിയാൽ A+ ആണ്, അതിലും സംശയമല്ല. അതിൽ 24 മാർക്ക് വാങ്ങിയാൽ നിങ്ങൾ വിജയിച്ചു. നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൽ ആകെ 5 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. നമ്മൾ പറയുകയാണെങ്കിൽ സെക്കൻഡ് ഡിഗ്രി 2ാം കൃതി എന്ന് പറയുന്ന ചാപ്റ്റർ, അതോടൊപ്പം തന്നെ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ, ട്രിഗണോമെട്രി അഥവാ ത്രികോണമിതി, ടാൻജൻസ് അഥവാ തൊടുവര, സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ. അപ്പൊ ഈ 5 ചാപ്റ്ററിൽ നിന്നും വെറും ഒരു ചാപ്റ്റർ മാത്രം ഫുള്ളായിട്ട് വൃത്തിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റുമോ? പാസ്സാവാം. അതിലെടുത്ത് വരും. അതായത് 80ൽ 22 മാർക്ക് വാങ്ങാൻ പ്രത്യേകിച്ച് ഒരു പണിയില്ല. ഞാൻ പറയട്ടെ, ഞാനിപ്പോൾ ഈ 5 ചാപ്റ്റർ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, നിങ്ങൾക്ക് ഏറ്റവും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന തോന്നുന്നതുമായുള്ള ചാപ്റ്റർ ഏതാ? അത് കോർഡിനേറ്റ്സ് അല്ലേ, സൂചക സംഖ്യ അല്ലേ. അതിലാകെ പഠിക്കാനുള്ള ഈ 4 ഇക്വേഷനുകൾ, വേറെ ഒന്നും അതിൽ പഠിക്കാനില്ല. പക്ഷേ അതിൽ നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങളും ഒരു പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ ഒരു തവണ ക്ലാസ് കേട്ടാൽ ചെയ്യാൻ മാത്രമുള്ള ക്വസ്റ്റ്യൻസ് അതിലുള്ളൂ. നന്നായിട്ട് ശ്രദ്ധിക്കാം മക്കളെ. ഇന്ന് കിഡിലും വീഡിയോസുകൾ അല്ലെങ്കിൽ കിഡിലും ക്വസ്റ്റ്യൻസുമായിട്ട് ലൈവ് വരുന്നുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് നോട്ടിഫൈ ചെയ്ത് വെക്കുക. ഇന്നത്തെ ഈ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ എന്താക്കണം? കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യ പെർഫെക്റ്റ് ആക്കി മാറ്റണം. പെർഫെക്റ്റ് ആണ്, കുറച്ച് പഠിച്ചാൽ പോരാ, അത് അടിപൊളിയായിട്ട് പഠിക്കണം. എല്ലാ ടോപ്പിക്കും ഡിസ്കസ് ചെയ്തുകൊണ്ട് മാക്സിമം ചോദ്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കും ഇന്നത്തെ സെഷൻ പോകുന്നത്. പക്ഷെ അതിന് മുമ്പ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലതാണ് മക്കളെ. ഡിസ്റ്റൻസസ് അകലങ്ങൾ എന്ന് പറയുന്ന 4 ഇക്വേഷൻസ് നിങ്ങൾക്ക് അതിൽ പഠിക്കാനുണ്ട്. അതിൽ 1 ഇത്, 2 ഇത്, 3 ഇത്, 4 ഇത്. ഈ ഇക്വേഷൻ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? 2 പോയിന്റുകൾ y ആയിട്ടുള്ള രണ്ടും സെയിം ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണിത്, അകലങ്ങൾ കാണാൻ. അതായത് നമ്മൾ ഒരു വര വരച്ചു, X ആക്സിസും Y ആക്സിസും വരച്ചു. മക്കളെ ശ്രദ്ധിക്കണേ, എന്തിനാണ് പറയുക? ക്ലാസ് എടുക്കാല്ല, പകരം നിങ്ങൾ എങ്ങനെ ചെയ്യേണ്ടത് പറഞ്ഞുതരാം. X ആക്സിസും Y ആക്സിസും വരച്ചു. ഈ 2 പോയിന്റുകളിൽ ഞാനിപ്പോൾ ഇങ്ങനെ വരച്ചു നോക്കിക്കുക. ഒരു പോയിന്റ് ഇതിപ്പോൾ 3,4, വെറുതെ വിചാരിച്ചോ. ഇതിപ്പോൾ 7,4, കാരണം Y രണ്ടും സെയിം ആയിരിക്കും. കാരണം ഇത് X ആക്സിന് പാരലലാണ് അഥവാ സമാന്തരമാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ Y രണ്ടും സെയിം ആയിരിക്കും. ഇങ്ങനെ നേരെ പോവാണെങ്കിൽ അവിടെയാണ് നമ്മൾ ഈ 2 പോയിന്റുകൾ നമ്മൾ അകലം കാണുന്നത്. 7 - 3 that is equal to 4. അത് X2 - X1 അല്ലെങ്കിൽ X1 - X2 ഏതായാലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഇവിടെ 3 - -2, അതായത് 3 + 2 ആണ് ഇതിന്റെ ഡിസ്റ്റൻസ്, അകലം. തിരിച്ചെയ്താലും ഒരു കുഴപ്പമില്ല കേട്ടോ, കാരണം അകലം എപ്പോഴും പോസിറ്റീവ് ആണ്. രണ്ടാമത്തെ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കൂ, Y രണ്ടും സെയിം ആണ്, നേരെ തിരിച്ച്, സോറി ഇവിടെ സെയിം ആണ്, നേരെ തിരിക്കാക്കാം. നമുക്ക് ഇവിടെ നമുക്ക് 1 ആക്കാം, X രണ്ടും സെയിം ആക്കാം, ഇത് -3 ആക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്താണ്? അകലം എന്താ? അതായത് 7 - -3, അതായത് 7 + 3 10. ഇനി അല്ലെങ്കിൽ -3 - 7 -10 വരും. മോഡുലസ് അഥവാ എന്താക്കുക, കേവലവിൽ എടുക്കുക, അപ്പോൾ പോസിറ്റീവ് ആവും. മക്കളെ അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങളാണ് കമന്റ് ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പൊ കമന്റ് ചെയ്യേണ്ട. ഈ കാണുന്ന ഇക്വേഷൻ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? രണ്ടും വ്യത്യസ്ത പോയിന്റുകളാണെങ്കിൽ നമ്മൾ എന്താക്കുന്നു? ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. പക്ഷേ ഈ ഇക്വേഷൻ വേണമെങ്കിൽ ഈ പോയിന്റുകൾക്കും യൂസ് ചെയ്യാം, ഈ പോയിന്റുകൾക്കും യൂസ് ചെയ്യാം. ഏത് പോയിന്റുകൾക്കും യൂസ് ചെയ്താൽ ഈ ഇക്വേഷനിൽ കൊടുത്താൽ ഉത്തരം കിട്ടും. അപ്പോൾ ഇതൊക്കെ കൂടി പഠിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ മാത്രം പഠിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് സമയം ലാഭം ഉണ്ടാവും. മക്കളെ ഇതേപോലെ ഈ ഇക്വേഷൻ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്ന അറിയോ? ഒരു ബിന്ദു ഒറിജിൻ അഥവാ ആധാര ബിന്ദു ആണെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് കാണാൻ നമ്മൾ നേരിട്ട് √8² + r² ചെയ്ത ആൻസർ ആയി. √100 that is equal to 10 കിട്ടും. ഇത്ര മാത്രം ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതെന്നാണ് വിശ്വസിക്കോ? വിശ്വസിച്ചിട്ട് കാര്യമില്ല. ഇത്ര മാത്രമല്ല പഠിക്കാനുള്ളത്. റെക്റ്റാങ്കിൾ വെച്ചിട്ട് കിടിലം ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്, വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. നിങ്ങൾ വിചാരിക്കും ഈ കാണുന്ന ഇതുള്ളതൊക്കെ കോർഡിനേറ്റ്സ് അഥവാ സൂചകസംഖ്യ. അങ്ങനെ അല്ല കേട്ടോ. നിങ്ങൾക്ക് പുതിയൊരു ചാപ്റ്റർ വരാണ്ട്, ഫൈനൽ എക്സാം ഒക്കെ ആകുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി കോർഡിനേറ്റ്സ് അഥവാا സൂചകസംഖ്യ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കണം. എത്ര മാർക്ക് നിങ്ങൾക്കുണ്ട്? 22 മാർക്കാണ്. 80ൽ 22 മാർക്ക് പറഞ്ഞാൽ ചെറുതാണോ? ഏകദേശം 25% മുകളിലാണ് നിങ്ങൾക്ക് മാർക്ക്. 25% മുകളിൽ. 80ൽ 20 മാർക്ക് വാങ്ങിയാൽ 25%. അതായത് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന 25% ക്വസ്റ്റ്യൻസ് ഏത് ചാപ്റ്ററിനാ? കോർഡിനേറ്റ്സ് അഥവാ സൂചന. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കണ്ടേ? യെസ് ഓർ നോ? അങ്ങനെ പഠിക്കണം എന്ന ആഗ്രഹമുള്ള ആളുകൾ ഫയർ ഇമോജി കൊണ്ട് ചാറ്റ് ബോക്സ് നിറയ്ക്കുക. അതായത് കമന്റ് ബോക്സിൽ നിങ്ങളോടൊപ്പം എന്നും സൈലന്റ് ആണ്. അപ്പോൾ ഒരു പേടിയും പഠിക്കണം. നിങ്ങൾ ഇന്ന് ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ തൊട്ട് മുമ്പേ നിങ്ങൾ ട്രിഗണോമെട്രി പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പൊ അടിപൊളിയായിട്ട് മനസ്സിലായെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചു കഴിയും. ഇങ്ങനെ 2 ദിവസം കൂടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാമിന് വലിയ ദിവസമൊന്നുമില്ല. പക്ഷെ അപ്പോഴേക്കും നിങ്ങൾ എന്താക്കും? ഈ ചാപ്റ്ററുകളൊക്കെ പഠിച്ച് സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നല്ല കോൺഫിഡൻസോട് കൂടി പോകാം. ഈ സൈലത്തിന്റെ ക്ലാസ്സിൽ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ ഒന്ന് കമന്റ് ചെയ്തേക്കണം. സ്ഥിരമായിട്ട് കാണുന്ന ആളുകളാണെന്ന്. എന്നിട്ട് അവർ ഈ ക്രിസ്മസ് എക്സാമിന് ശേഷം വീണ്ടും കമന്റ് ചെയ്യാനുള്ള ഒരു വീഡിയോ ഞാൻ ഇറക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാർക്ക് ഒന്ന് കമന്റ് ചെയ്യണം. അപ്പോൾ നല്ല മാർക്ക് കിട്ടൂലേ?
സ്ഥിരമായിട്ട് കാണുന്ന കുട്ടിക്ക് ഉറപ്പായിട്ട് മാർക്ക് കിട്ടും. 100% മനസ്സെന്ന് പറയാം കേട്ടോ. അപ്പോൾ മക്കളെ, എൻ്റെ പേര് ഞാൻ ഒന്നുകൂടി ഓർമ്മിക്കുകയാണ്. പുതുതായിട്ട് കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുകയാണ്, എൻ്റെ പേര് ഷാഹിദ് റംസാൻ എന്നാണ്. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഇന്ന് രാത്രി 7:30 നിങ്ങൾ കാണണം. ചിലപ്പോൾ ഇത് നാളെ ആയിരിക്കും നിങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും. എന്നാണോ നിങ്ങൾ കാണുന്നത് ആ ലൈവ് വീഡിയോ ഒന്ന് നിങ്ങൾ എന്താക്കുക, പോയി കാണുക. ബൈ.